4 സെന്റ് സ്ഥലത്ത് 2 കാർ പാർക്കിംഗ് ഉള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്. ഇത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഇൻഫോ പാർക്കിൽ നിന്ന് 15 മിനിറ്റ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നാല് മീറ്റർ ഇന്റർണൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. 4 മീറ്റർ ഓപ്പണിംഗ് ആണ് ഇവിടെ ഗേറ്റിന് വരുന്നത്. വളരെ സിമ്പിളായ ഒരു ഡിസൈനാണ് ഗേറ്റിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് വളരെ വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇവിടെയെല്ലാം കടപ്പാക്കല്ലുകളാണ് പാകിയിരിക്കുന്നത്. 14 അടിയിലേറെ വീതിയും 24 അടിയിലേറെ നീളവുമാണ് ഈ ഒരു ഭാഗത്തിനുള്ള. ഇവിടെയായിട്ട് 2 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാർ പോർച്ച് അഡീഷണൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഈ വീടിന് ഫ്രണ്ടേജായി വളരെയധികം സ്ഥലമാണ് ലഭിക്കുന്നത്. വീടിന്റെ എലിവേഷൻ വരുന്നത് തെക്ക് ദർശനമായിട്ടാണ്. മെയിൻ ഡോർ കിഴക്ക് ദർശനമായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സി എലിവേഷനാണ് വീടിന് ഉള്ളത്. വീടിന്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പവർ പോയിന്റും ഇതിന്റെ ബാക്കിലായിട്ട് നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 2.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് പാകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 9.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് പാകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. 12 അടിയോളം നീളവും 5 അടിയോളം വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. ഗ്രാനൈറ്റും ടൈലും ഉപയോഗിച്ചാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 ചെയറോളം നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. വിശാലമായ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഈ വീടിനുള്ളത്. കിഴക്ക് ദർശനമായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. 2 പാളിയിലായി മഹാഗണിയിലാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ലിവിംഗ് റൂമിലേക്ക് വരാം. 12 അടി നീളവും 9.8 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് റൂമിനുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ലിവിംഗ് റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ മാറ്റ് ഫിനിഷ് ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ലിവിങ്ങിന്റെയും ഡൈനിങ്ങിന്റെയും സെപ്പറേഷൻ വരുന്നത്. നമ്മളിപ്പോൾ ഡൈനിങ് സ്പേസിലാണുള്ളത്. 14 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ളത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വൈറ്റ് കളർ മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ കിച്ചണിലാണുള്ളത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. 7.5 അടിയിലേറെ നീളവും 7.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിനുള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുമാണ് ഉള്ളത്. ഡൈനിങ് റൂമിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടി നീളവും 9.8 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വലിയൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. സ്റ്റെയറിലെ സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 5 അടിയോളം വീതിയുള്ള ഒരു സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ 2 ബെഡ്റൂമുകളിലേക്ക് പോകുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. 14 അടിയോളം നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മളിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. 10 അടിയിലേറെ നീളവും 5.5 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിനുള്ളത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമ്മളിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. 11 അടി നീളവും 4.7 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്കുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 150 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, കാക്കനാടേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, പള്ളിക്കര ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്റർ, വണ്ടർലേക്കിലേക്ക് 3 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും 2 കാർ പാർക്കിങ്ങുമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. തികച്ചും ഈ വില നെഗോഷ്യബിൾ ആണ്. അതേപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.